ഹായ് ഫ്രണ്ട്സ്, കേരള PSC പരീക്ഷകളിൽ 10ാം ക്ലാസ് യോഗ്യതയായുള്ള വിവിധ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം 2023 ഡിസംബറിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിജ്ഞാപനത്തിന് തന്നെ ഇനി ഒരു വർഷമുണ്ട്. 2024 അതിന്റെ പ്രാഥമിക പരീക്ഷയും 2 ഘട്ട പരീക്ഷകളാണല്ലോ, പ്രാഥമിക പരീക്ഷയും തുടർന്ന് മെയിൻ പരീക്ഷകളും നടക്കും. ഇതിൽ പ്രാഥമിക പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് ഞാൻ ഇതിനു മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ 10ാം ക്ലാസ് യോഗ്യതയായുള്ള പരീക്ഷകളുടെ മുഖ്യ പരീക്ഷകളുടെ സിലബസ് എന്താണ്, ഏതെല്ലാം ടോപ്പിക്കുകൾ പഠിച്ചാലാണ് നമുക്ക് കൃത്യമായി ആ മുഖ്യ പരീക്ഷയിൽ നല്ല മാർക്കുകൾ വാങ്ങി ഉയർന്ന റാങ്കിലെത്താൻ പറ്റുക, ആ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള രീതി എന്താണ്, ഈ 3 എണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 10th പ്രിലിംസ് അതിലൊരു നിശ്ചിത മാർക്ക് കിട്ടിക്കഴിഞ്ഞാലല്ലേ ഞാൻ മെയിൻ പരീക്ഷയിൽ എത്തുള്ളൂ, അപ്പൊ നടത്തി തുടങ്ങിയാൽ പോരെ എന്നുള്ളതാണ്. ആ അപ്രോച്ച് തെറ്റാണ്. എന്താണ് അപ്രോച്ച് തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം, ഞാൻ ഈ 10th പ്രിലിംസിന്റെ പരീക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും പ്രിലിംസും മെയിനും നമുക്ക് ക്രാക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10ാം തരം യോഗ്യതയായുള്ള പരീക്ഷകൾ എഴുതാനുള്ള യോഗ്യത നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് കൃത്യമായ സ്ട്രാറ്റജീസും പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. ഇതില്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇവിടെയാണ് ഈ രണ്ടാമത്തെ കാര്യത്തിലാണ് പലരും തെറ്റുപറ്റി പോകുന്നത്. സ്ട്രാറ്റജി ഉണ്ടാവില്ല, പ്ലാൻ ഉണ്ടാവില്ല. മൂന്നാമത്തേത്, ആ സ്ട്രാറ്റജിക്കും പ്ലാനിനും അനുസരിച്ച് നിരന്തരം പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അപ്പൊ ഒരു സ്ട്രാറ്റജിയും പ്ലാനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതെങ്ങനെ ആ സ്ട്രാറ്റജിയും പ്ലാനും ഉണ്ടാക്കാം എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഈ ലിങ്കിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് കടക്കാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ സിലബസ് പറയും, പിന്നെന്ത് പറയും, ഏതെല്ലാം പഠിച്ചാലാണ് നമുക്ക് ഇതിൽ ഉയർന്ന റാങ്ക്, ഉയർന്ന സ്കോർ വാങ്ങി റാങ്കിൽ എത്താൻ പറ്റുക, എങ്ങനെ അത് പഠിക്കണം. അപ്പൊ സിലബസിലേക്ക് നോക്കാം. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്. ഇത് രണ്ടും നമുക്കറിയാം. ചരിത്രത്തിന് 20 മാർക്ക് ഉണ്ടായിരുന്നു പ്രിലിംസിന്. ഇപ്പോ അത് കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും മാത്രം പഠിച്ചാൽ മതി. ഇപ്പോ അതില് ലോക ചരിത്രം കൂടി പഠിക്കുമ്പോൾ 5 മാർക്ക് വേണം. പക്ഷെ അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസിന് വേണ്ടി നമ്മൾ 20 മാർക്കിന് വേണ്ടി കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും പഠിച്ചു, അതിനോടൊപ്പം ഈ ലോക ചരിത്രവും കൂടി പഠിച്ചാൽ മതി. അതാണ് അപ്രോച്ച്. ഭൂമിശാസ്ത്രം ഇതേപോലെ തന്നെ. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും 20 മാർക്ക് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കൂടുതൽ പഠിച്ചാൽ അവിടെ ഭൂമിശാസ്ത്രത്തിന് 5 മാർക്കും കൂടി ഉണ്ട്. ധനതത്വശാസ്ത്രം ഇതുവരെ വരാത്ത ഒന്നാണ്, അതിന് 5 മാർക്ക് ഉണ്ട്. അത് പ്രിലിംസിന് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന പ്രിലിംസിന് ഉണ്ടായിരുന്നു, 10 മാർക്കായിരുന്നു, ഇവിടെ 5 മാർക്കാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതുപോലെ തന്നെ ഒരു പുതിയ ടോപ്പിക്കാണ് മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം, അതിനും 5 മാർക്കാണ്. അടുത്തത് ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രം 6 മാർക്ക് ഉണ്ട്. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം 3 മാർക്ക് വീതം 12 മാർക്ക്. ഇത് പ്രിലിംസിനും 12 മാർക്കായിരുന്നു. കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക് ഉണ്ട്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, പുതിയൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സുപ്രധാന വിഷയങ്ങൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കാണ്. അതുപോലെ സുപ്രധാന വിഷയങ്ങൾക്ക് 5 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾക്ക് എത്ര മാർക്കായിരുന്നു? 10th പ്രിലിംസിൽ 10 മാർക്കായിരുന്നു, പക്ഷെ ഇവിടെ 20 മാർക്ക് ഉണ്ട്. ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 20 മാർക്കായിരുന്നു പ്രിലിംസിന്, ഇവിടെ 10 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്. പ്രാദേശിക ഭാഷകൾ, മലയാളത്തിന് അല്ലെങ്കിൽ കന്നഡയ്ക്ക് അല്ലെങ്കിൽ തമിഴിന് 10 മാർക്ക്. അപ്പൊ നമുക്ക് സിലബസ് എന്താണെന്നും അതിന്റെ വെയിറ്റേജ് എന്താണെന്നും മനസ്സിലായി. ഇനി നമ്മളിത് എങ്ങനെ പഠിക്കണം, എന്തെല്ലാം പഠിച്ചാലാണ് നമുക്ക് ഉയർന്ന മാർക്കുകൾ നേടി ഈ മെയിൻ ലിസ്റ്റിലെ റാങ്ക് ലിസ്റ്റിലെത്തുക എന്നുള്ളത് നോക്കണം. ഈ മെയിൻ പരീക്ഷയുടെ സിലബസ് ഏത് പഠിക്കണം, ഏത് പഠിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ മാർക്ക് വേണ്ടത് എന്നറിയാൻ ഒന്ന് നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുക, ഏതെല്ലാം വിഷയങ്ങളിലാണ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ളത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്
ഇതിന്റെ തന്ത്രം നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഉയർന്ന മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ ലക്ഷ്യമിടണം. അത് 10th പ്രിലിംസിന് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ ലക്ഷ്യമിടണ്ട. അവിടെ ആ കട്ട് ഓഫ് മാർക്ക് മറികടക്കാനുള്ള മാർക്ക് സ്വീകരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഉയർന്ന മാർക്ക് നിങ്ങളുടെ ഉയർന്ന റാങ്കിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ഉയർന്ന മാർക്ക് തന്നെ മേടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കാൻ കട്ട് ഓഫ് മാർക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് മാർക്ക് 55 മാർക്കായിരുന്നു. ഇതിന് മുകളിൽ 15 മാർക്ക് കൂടി ഉയർത്തി 70 മാർക്കിന് മുകളിൽ ഞാൻ മേടിച്ചിരിക്കും എന്ന ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ സേഫ് സോണിലായി. 70 മാർക്ക് ഞാൻ മേടിച്ചിരിക്കും. അപ്പൊ 70 മാർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇവിടെ നോക്കൂ, 70 മാർക്കിന്റെ ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ടോപ്പിക്കാണ്. ആനുകാലിക വിഷയങ്ങൾ 20. എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയാം. ഗണിതം മാനസിക ശേഷി 10, ഇംഗ്ലീഷ് 10, മലയാളം 10, ഭരണഘടന 5, ധനതത്വശാസ്ത്രം 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, സുപ്രധാന നിയമങ്ങൾ 5. ആകെ 70 മാർക്ക്. കൃത്യമായി ഒരു വർഷം നമ്മുടെ മുന്നിലുണ്ട് വിജ്ഞാപനം വരുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാഥമിക പരീക്ഷയ്ക്ക് 5-6 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും 5-6 മാസം. ഇത്രയും കാലം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് മിനിമം 70 മാർക്ക് ഉറപ്പിക്കാൻ പറയുന്നത്. ഇതിന് നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കേണ്ട, നിലവിലുള്ള നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനം ഉപേക്ഷിക്കേണ്ട. പഠനത്തോടൊപ്പം തന്നെ അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരാണ്, ഏതെങ്കിലും ജോലിക്ക് പോകുന്നവരാണ്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ടെൻഷൻ ഇല്ലാതെ. അപ്പൊ ആ 70 മാർക്ക് മറ്റൊരു ജോലിയൊക്കെ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ അതിന്റെ ഒരു ആദ്യം ആയിരിക്കും. അതൊന്നും വേണ്ട, അത് ഉപേക്ഷിക്കാതെ തന്നെ ഇത് കൊണ്ടുപോകാം. ഇപ്പോഴേ ശ്രമിക്കുകയാണ്. അപ്പൊ ആ എക്സാമിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാം മാറി നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും മാത്രം. നമുക്കിനി ഓരോ വിഷയത്തിലേക്കും പോകാം. ഈ 70 എണ്ണത്തിൽ നിന്ന് എന്റെ കണക്കിൽ നിങ്ങൾ ശരിക്കും പരിശ്രമിക്കുകയാണെങ്കിൽ 60 മുതൽ 70 മാർക്ക് വരെ കിട്ടും, ശരിക്കും പരിശ്രമിക്കുകയാണെങ്കിൽ. മാത്രമല്ല ഈ വിഷയങ്ങളുടെ പ്രത്യേകത റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും. ഭരണഘടന എടുക്കും. ഭരണഘടനയിൽ ഒരു 20-25 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും കവർ ചെയ്യാൻ പറ്റും. ചരിത്രത്തിൽ പറ്റുമോ? ചരിത്രത്തിന് 5 മാർക്കാ. ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും ലോക ചരിത്രവും നിങ്ങൾക്ക് 25 മണിക്കൂർ കൊണ്ടൊന്ന് വായിച്ചു തീർക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ധനതത്വശാസ്ത്രം ഒരു 18ഓളം പാഠങ്ങളുണ്ട്. ആ 18ഓളം പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ധനതത്വശാസ്ത്രം ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നീട് PSC കാലങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബയോളജിയിലോ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങൾ ഇവിടെ എഴുതി വയ്ക്കാത്തത്. ഇനി ഓരോ വിഷയം എങ്ങനെ പഠിക്കണം നോക്കാം. ആനുകാലിക വിഷയങ്ങൾ 2 കാര്യം ചെയ്താൽ മതി. നമ്മൾ പത്രം വായിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ആകാശവാണി വാർത്തകൾ ഇന്ന് തൊട്ട് കേൾക്കുക, നോട്ട് എടുക്കുക. 2 PSC ബുള്ളറ്റിൻ. ഈ ആകാശവാണി വാർത്തകളുടെ പ്രത്യേകത വാർത്താ വിശകലനങ്ങളൊന്നും അല്ലാതില്ല, ആവശ്യമായ കാര്യങ്ങളെ പറയുള്ളൂ. ഓക്കെ, ആനുകാലിക വിഷയങ്ങൾ മാത്രമല്ല, ഇത് ആവർത്തിച്ചും കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്ന് പറഞ്ഞത് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ വീണ്ടും റിലവന്റ് ആണെങ്കിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ നോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ആനുകാലിക വിഷയങ്ങളിൽ 20 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങളിൽ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 മാർക്കാണ് മെയിൻസിന്. അപ്പൊ അതിൽ ഒന്ന് ആകാശവാണി വാർത്ത കാണുക, അടുത്തത് PSC ബുള്ളറ്റിൻ. ഈ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കറണ്ട് അഫയേഴ്സ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതെല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്തു പോകണം. അങ്ങനെ 3 വർഷത്തെ PSC ബുള്ളറ്റിനും 3 വർഷത്തെ ആനുകാലിക വിഷയങ്ങളുമാണ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 2024 ഒരു മെയ് ജൂണോട് കൂടിയിട്ടായിരിക്കല്ലോ ഈ എക്സാം. അപ്പൊ 2021 മെയ് ജൂൺ മുതലുള്ളത് പഠിച്ചു തുടങ്ങിയാൽ മതി. ഗണിതം മാനസിക ശേഷി പലരും വിചാരിക്കുന്നത് ഇതിന് മാർക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് എന്നുള്ളതാണ്. ഒരു പ്രയാസവുമില്ല. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഗണിതം മാനസിക ശേഷി. അപ്പോ 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 2022 അപ്പൊ 5 എണ്ണത്തിലായിട്ട് 100 ചോദ്യങ്ങളുണ്ട്. ആ 100 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, ചെയ്തു വെച്ച് നോക്കൂ. സ്റ്റേജ് 6ൽ വരുമ്പോ 12 ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നതായിട്ട് കാണാം. അതിനെക്കുറിച്ച് പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട 12 ചോദ്യങ്ങളുണ്ട്. അതായത് ആ 100 ചോദ്യങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ സ്റ്റേജ് 6ലെ അതായത് 10th പ്രിലിംസിൽ സ്റ്റേജ് 1 മുതൽ 5 വരെയുള്ള ചോദ്യ പേപ്പറുകളിലെ 100 ചോദ്യങ്ങൾ ചെയ്തു പരിശീലിച്ചു പോയ ഒരാൾക്ക് സ്റ്റേജ് 6ൽ 12 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു. ഏതൊന്നിനത് പറ്റുക?
ഇതന്നെയാണ് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യം. പക്ഷെ ഇത് ചെയ്തു പഠിക്കേണ്ടത് കൃത്യമായി കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിന് വിപണിയിൽ ധാരാളം ഗണിതത്തിന്, ഇംഗ്ലീഷിന്, മലയാളത്തിനായി മുൻകാല ചോദ്യപേപ്പറുകളും അതിന്റെ വിശകലനവും അതിന്റെ റൂളുകളും പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ഗൈഡുകൾ ലഭ്യമാണ്. അതിലൊന്ന് മേടിച്ചാൽ മതി. അവിടെ വെറും റാങ്ക് ഫയലിനേക്കാളും നല്ലത് ഇത്തരം ഒരു പുസ്തകം മേടിക്കുന്നതാണ്. 3 പുസ്തകങ്ങൾ മേടിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടേതുപോലുള്ള യൂട്യൂബ് ചാനലുകളുണ്ട്, അതിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ പക്ഷെ ഇവിടെയൊക്കെ ചോദ്യങ്ങൾ ചെയ്യണം, കൃത്യമായിട്ട് പരിശീലിച്ചു പോകണം. അങ്ങനത്തെ ഒരു രീതി ഇതിനായി നമ്മുടെ വിൻഡോവെഡുവിന്റെ ആപ്പിലുണ്ട്. windoweduplus എന്ന ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ തുകയെ വരികയുള്ളൂ. അവിടെ ഗണിതം, ഇംഗ്ലീഷ്, മലയാളം ഇത് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിറ്റുകളും കഴിഞ്ഞാൽ എക്സാം ഉണ്ട്. കൃത്യമായ പഠന രീതികളുമുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് 30 മാർക്ക് എന്ന് പറയുന്നത് ആർക്കും സാധ്യമാണ്. അതിന് ഇംഗ്ലീഷിന് വലിയ വിവരമോ ഗണിതത്തിൽ വലിയ വിവരമോ വേണ്ട. മറ്റൊന്ന് ഭരണഘടനയാണ്. ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഭരണഘടന മുഴുവൻ പറയുന്ന വീഡിയോ ഉണ്ട്. ഭരണഘടനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് കോഴ്സുകൾ ഉണ്ട്. കാരണം അതിൽ 10 മാർക്ക് എവിടെ ഉണ്ട്, പ്രിലിംസിനും ഉണ്ട്, മെയിനിന് 5 മാർക്കുണ്ട്. ധനതത്വശാസ്ത്രം 5 മാർക്ക്. ധനതത്വശാസ്ത്രം എത്ര മാർക്കുണ്ട്? 5 മാർക്കുണ്ട്. ആ ധനതത്വശാസ്ത്രവും ഞാൻ പറഞ്ഞു, SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അതിന്റെ മൊത്തം PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് താഴെയുണ്ട്. അവിടെ വന്ന് ചോദിച്ചാൽ നമ്മൾ തരും. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതുപോലെ തന്നെ കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റാവുന്നതാണ്. സുപ്രധാന നിയമങ്ങളും അങ്ങനെ തന്നെ. ഇനി വരുന്നത് നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അനുസരിച്ച് പഠിക്കേണ്ടതാണ്. സയൻസിൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എത്ര മാർക്ക് ഉറപ്പിക്കണം? 10 മാർക്കിന് മുകളിൽ ഉറപ്പിക്കാൻ പറ്റും. സയൻസിൽ നിങ്ങൾക്ക് ധാരണ ഇല്ലെങ്കിൽ അവിടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് പഠിക്കേണ്ടത്. സയൻസിന് നിങ്ങൾക്ക് ധാരണ ഇല്ലെങ്കിൽ മുൻകാല ചോദ്യങ്ങളും പഠിക്കണം. നിങ്ങൾ മുൻകാല ചോദ്യങ്ങൾ മാത്രം പഠിക്കുക. എന്നിട്ട് ഇതിൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ ടോപ്പിക്ക് നോക്കി ആ SCERTയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണെന്ന് തോന്നുന്ന ഭാഗങ്ങളും പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് മിനിമം ഉറപ്പിക്കാൻ പറ്റും. മുൻകാല ചോദ്യങ്ങളും ഒരു 10ഓളം പാഠങ്ങളും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ചരിത്രവും ഭൂമിശാസ്ത്രവും നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. പ്രിലിംസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ചധികം പാഠങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവർക്ക് ഇവിടെ നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ 8 മുതൽ 10 മാർക്ക് വരെ തന്നെ ഉറപ്പിക്കാൻ പറ്റും. നിങ്ങളുടെ ശക്തി നോക്കണം. എന്താണ് നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ ചരിത്രവും ഭൂമിശാസ്ത്രവും നിങ്ങൾക്ക് മുന്നേ അറിയുമോ? നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയുമോ? നിങ്ങളിപ്പോ BA ഹിസ്റ്ററി എടുത്ത ഒരാളാണെങ്കിൽ ചരിത്രത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങൾ എന്തിനത് കൊണ്ടേ കളയണത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ചരിത്രം പഠിച്ചെടുക്കാം. നിങ്ങളൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണ്. അതല്ലെങ്കിൽ നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിലും +1, +2 ഒക്കെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ട്യൂഷൻ ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. നിങ്ങൾ എന്തിനത് കളയണത്? അവിടെ മാർക്ക് ഉറപ്പിക്കണം. അതാണ് ഞാൻ നിങ്ങളുടെ ശക്തി ദൗർബല്യം നിങ്ങളെ തീരുമാനിക്കേണ്ടത്. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം കുറച്ചെന്നെ പഠിച്ചാൽ മതി, കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒന്നാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കേ ഉള്ളൂ. അതിനുവേണ്ടി ഓരോ പാരാവാരം പഠിക്കേണ്ട. നന്നായി അറിയുന്നവർ ആ 3 മാർക്ക് ഉറപ്പിക്കുക. അല്ലാത്തവർ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും മാത്രം നോക്കിയാൽ മതി. എന്റെ ഒപ്പീനിയൻ ആണ്. ഇങ്ങനെ നോക്കിയാൽ ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നോക്കൂ, മിനിമം ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് 15 മാർക്ക് മിനിമം ഉറപ്പിക്കാൻ പറ്റും. മിനിമം മുൻകാല ചോദ്യപേപ്പറുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 15 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെയോ? ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 60 മാർക്ക് മിനിമം ഉണ്ട്. 60ഉം 15ഉം എത്ര മാർക്കായി? 75 മാർക്കായി. നിങ്ങൾ സേഫ് സോണിലാണ്. ഇത്രയേ വിടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. ഓക്കെ, ഇങ്ങനെ കൃത്യമായ സ്ട്രാറ്റജി, കൃത്യമായ പ്ലാനിങ്, സിലബസ് അറിഞ്ഞിരിക്കുക, ഈ രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഈ PSC നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണ്. ഇതിന്റെ വിശദമായ ടോപ്പിക്കുകളുടെ PDF ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.